ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേതും യൂണിവേഴ്സിറ്റി LGS മെയിൻസിനുള്ള മാതൃകാ ചോദ്യങ്ങൾ തന്നെയാണ്. ക്ലാസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം: ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്ത ദേശീയ നേതാവാര്? ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്ത ദേശീയ നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകനാര്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകനാണ് സൂര്യസെൻ. സൂര്യസെൻ. ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ ഭാഗമായി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേ മാതരം ആലപിച്ച വനിതയാര്? ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ ഭാഗമായി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേ മാതരം ആലപിച്ച വനിതയാരാണ്? സുചേത കൃപലാനി. സുചേത കൃപലാനി. ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകം രചിച്ചതാര്? ദ സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകം രചിച്ചത് VP മേനോൻ. VP മേനോൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ. രാധാകൃഷ്ണ കമ്മീഷൻ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ സ്ഥാപിതമായ വർഷമേത്? 1985. 1985 ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ സ്ഥാപിതമായത്. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഗോവ. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഗോവയാണ്. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ്. 3 ഗ്ലൂക്കോസ് തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണമെത്ര? 3 ഗ്ലൂക്കോസ് തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 72. 72. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമേത്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗമേത്? തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതേത്? ക്ഷയരോഗം, റൂബെല്ല, ഡിഫ്തീരിയ, ആന്ത്രാക്സ്. ബാക്ടീരിയ രോഗമല്ലാത്തത് റൂബെല്ല. റൂബെല്ല. വിസർജനാവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? വിസർജനാവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 1ഉം 2ഉം ശരിയാണ്. ത്വക്ക് ജലവും ലവണങ്ങളും പുറന്തള്ളുന്നു. ശ്വാസകോശം CO2 പുറന്തള്ളുന്നു. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ. മനുഷ്യരിൽ ഉച്ഛ്വാസ സമയത്ത് ഔരസാശയ വ്യാപ്തം കൂടുന്നു. മനുഷ്യരിൽ ഉച്ഛ്വാസ സമയത്ത് ഔരസാശയ വ്യാപ്തം കൂടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആര്? കേരള സംസ്ഥാന
ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാനാണ് KV മനോജ് കുമാർ. KV മനോജ് കുമാർ. ഇന്ത്യയുടെ G20 അധ്യക്ഷതയെക്കുറിച്ചുള്ള ഈ ബുക്കിൻ്റെ പേരെന്ത്? ഇന്ത്യയുടെ G20 അധ്യക്ഷതയെക്കുറിച്ചുള്ള ഈ ബുക്കിൻ്റെ പേരാണ് പീപ്പിൾസ് G20. പീപ്പിൾസ് G20. 2023 സെപ്റ്റംബറിൽ ഏത് സെർച്ച് എഞ്ചിൻ്റെ 25ാം വാർഷികമാണ് ആഘോഷിച്ചത്? ഗൂഗിൾ. 2023 സെപ്റ്റംബറിൽ ഗൂഗിളിൻ്റെ 25ാം വാർഷികമാണ് ആഘോഷിച്ചത്. 2023 കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ലഭിച്ച ഇടുക്കി ജില്ലയിലെ വില്ലേജ് ഏത്? കാന്തല്ലൂർ. 2023 കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ലഭിച്ച ഇടുക്കി ജില്ലയിലെ വില്ലേജാണ് കാന്തല്ലൂർ. ഏകാത്മതാ കി പ്രതിമ എന്ന ശങ്കരാചാര്യസ്വാമികളുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഏകാത്മതാ കി പ്രതിമ എന്ന ശങ്കരാചാര്യസ്വാമികളുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി കേരള പോലീസ് നടത്തിയ പരിശോധന. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി കേരള പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ താഴെ തന്നിരിക്കുന്നവയിൽ എന്തിൻ്റെ പ്രത്യേകതയാണ്? തുലാവർഷം. തുലാവർഷത്തിൻ്റെ പ്രത്യേകതയാണ് വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി. കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്ഥാപിതമായ വർഷമേത്? 2005. 2005 കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്ഥാപിതമായത്. കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. പത്തനംതിട്ട.